നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നൈനിക സെജു ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കൂത്ത് എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. കൂത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത്. വാചിക പ്രധാനമായ ഒരു കലയാണ് കൂത്ത്. പുരാണത്തിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ സദസ്യർക്ക് അഭിനയിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കൂത്തിൽ ചെയ്യുന്നത്. ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത്. കൂത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് കഥാകഥനവും 2 നാടകാഭിനയവും. അപ്പോൾ കൂത്ത് അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിലാണ്, അല്ലെങ്കിൽ കൂത്തുതറ എന്നും അറിയപ്പെടുന്നു. മുൻകാലങ്ങളിൽ ചാക്യാർ സമുദായപ്പെട്ടവർ മാത്രമാണ് അവതരിപ്പിച്ചിരുന്നതിനാൽ ഇതിനെ എന്തെന്നും അറിയപ്പെടുന്നു? ചാക്യാർ കൂത്തെന്നും അറിയപ്പെടുന്നു. കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് മിഴാവ്. കൂത്തിലും കൂടിയാട്ടത്തിലും ഒരുപോലെ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് മിഴാവ്. അപ്പം കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ടും അല്ലെങ്കിൽ കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത്. വാചിക പ്രാധാന്യമാണ് ഇതിനുള്ളത്. ഏകാംഗ അഭിനയ ശൈലിയാണ് കൂത്തിനുള്ളത്. 2 ഘട്ടങ്ങളുണ്ട്, കഥാകഥനവും 2 നാടകാഭിനയവും. കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. കൂത്തമ്പലത്തിൽ നിന്നാണ്. മുൻകാലത്തിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് കൂത്ത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നു? ചാക്യാർ കൂത്തെന്നും അറിയപ്പെട്ടിരുന്നു. പിന്നെ ഇതിനുപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ്? മിഴാവ്. എന്താണ് ചാക്യാർ കൂത്തെന്ന് നോക്കാം. വിദൂഷകന്റെ വേഷമുള്ള ഒരാൾ മാത്രമായിട്ടാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. വിദൂഷകന്റെ വേഷമുള്ള ഒരാൾ മാത്രമായിട്ടാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. ആംഗ്യ സ്വാത്വിക അഭിനയങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് നങ്ങ്യാർ കൂത്ത്? നങ്ങ്യാർ സമുദായത്തിലുള്ള സ്ത്രീകളെ നങ്ങ്യാരമ്മമായാണ് നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. നങ്ങ്യാർ കൂത്തിൽ സംഭാഷണമൊന്നുമില്ല, ഹാസ്യമുദ്രകളിലൂടെയാണ് കഥ പറയുന്നത്. അപ്പോൾ ചാക്യാർ കൂത്ത് എങ്ങനെയാണ്? ആംഗ്യ സ്വാസ്തിക അഭിനയത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഹാസ്യമുദ്രകളിലൂടെ കഥ പറയുന്നതാണ് നങ്ങ്യാർ കൂത്ത്. അടുത്ത് നമുക്ക് കേരള നടനത്തെക്കുറിച്ച് നോക്കാം. കേരള നടനം ഒരു സന്മാർഗ നൃത്തമാണ്. അതേസമയം ഇതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച കഥകളി നടനമാണ് കേരള നടനമായത്. അപ്പം കഥകളി നടനമാണ് പിന്നീട് കേരള നടനമായത്. 1913 അമേരിക്കൻ നർത്തകിയായ എസ്തർ ഷെർമൻ എന്ന രാഗിണി ദേവിയാണ് കേരള നടനത്തിൻ്റെ പിറവിക്ക് ആധാരമായ ആശയം മുന്നോട്ട് വെച്ചത്. അപ്പം കേരള നടനം എന്നതിൻ്റെ ആശയത്തിനായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? എസ്തർ ഷെർമൻ അല്ലെങ്കിൽ രാഗിണി ദേവി. ചണ്ടാല ഭിഷുകി, ഗാന്ധി സൂക്തം, നവകേരളം, സീതയും തമ്പുരാട്ടിയും, സിസ്റ്റർ നിവേദിത തുടങ്ങിയ ആധുനിക പ്രമേയങ്ങളാണ് കേരള നടനം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണുള്ളത്? ചണ്ടാല ഭിഷുകി, ഗാന്ധി സൂക്തം, നവകേരളം, സീതയും തമ്പ്രാട്ടിയും, സിസ്റ്റർ നിവേദിത തുടങ്ങിയ ആധുനിക പ്രമേയങ്ങളാണ് കേരള നടനം കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്ത്യൻ പ്രമേയ ബന്ധിതമായ കേരള നടന നൃത്തങ്ങൾക്ക് ഉദാഹരണമാണ് ശ്രീ യേശുനാഥ വിജയം, ബാലെ, ദിവ്യനാഥം, മഗ്ദലന മറിയം. അപ്പോൾ ഏതൊക്കെയാണ് കേരള നടനങ്ങൾ ക്രിസ്ത്യൻ പ്രമേയവുമായി ബന്ധപ്പെട്ടത്? ശ്രീ യേശുനാഥ വിജയം, ബാലെ, പിന്നെന്താണ്? ദിവ്യനാഥം, മഗ്ദലന മറിയം. കഥകളിൽ പ്രധാനമായിട്ടും പുരാണ കഥകൾ അവതരിപ്പിച്ചു വന്നപ്പോൾ കേരള നടനത്തിൽ സാമൂഹിക വിഷയങ്ങളും ഹൈന്ദവമല്ലാത്ത മതകഥകളുമൊക്കെയാണ് ആദ്യം മുതൽ അവതരിപ്പിച്ചു വരുന്നത്. കഥകളിയിൽ നിന്ന് വ്യത്യസ്തമായി കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കേരള നടനത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കഥകളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കേരള നടനത്തിൽ ഉപയോഗിക്കുന്നു. കഥകളി വാദ്യങ്ങൾക്ക് പുറമെ കേരള നടനത്തിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് വാദ്യങ്ങൾ? മൃദംഗം, തബല, പുല്ലാങ്കുഴൽ, വയലിൻ,
സിംബൽ, സാരംഗി, ഡോലക്. പേരേതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മൃദംഗം, തബല, പുല്ലാങ്കുഴൽ, വയലിൻ, ഡോലക്, സിംബൽ, സാരംഗി. കേരള നടനത്തിന്റെ സൃഷ്ടാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിന്റെ സൃഷ്ടാവ്. കഥകളി കലാകാരനായിരുന്ന കലാമണ്ഡലം ഗോവിന്ദപിള്ളയാണ് പിൽക്കാലത്ത് എന്തെന്നറിയപ്പെടുന്നത്? ഗുരു ഗോപിനാഥായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ ആരാണ്? ഗോവിന്ദപിള്ള. കലാമണ്ഡലം ഗോവിന്ദപിള്ളയാണ് പിന്നീട് ഗുരു ഗോപിനാഥ് എന്ന് അറിയപ്പെട്ടത്. കേരള നടനത്തിൻ്റെ പിറവിയെക്കുറിച്ച് പ്രതിപാദിപ്പിച്ചിരിക്കുന്ന ഗുരു ഗോപിനാഥിൻ്റെ പുസ്തകമാണ് അല്ലെങ്കിൽ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അപ്പം എൻ്റെ ജീവിത സ്മരണകളിൽ ആരുടെ ആത്മകഥയാണ്? ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വട്ടിയൂർക്കാവിലാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവിലാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? കൂത്തിനെ കുറിച്ച് പഠിച്ചു, കേരള നടനത്തെക്കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.